മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 37ാമത്തെ സിനിമയായ ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു നല്ല കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ കാണുന്നതിന് മുന്നത്തെ വേറൊരു സിനിമയും കാണേണ്ട ആവശ്യമില്ല. അത് ഡയറക്ടർ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓക്കെ ആയിട്ട് തോന്നിയുള്ളൂ. ഭയങ്കര പ്രോമിസിങ് സ്റ്റാർട്ടായിരുന്നു. ഒരു 1960-ലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡും റെട്രോയിസ്റ്റിക് വേൾഡൊക്കെയാണ് കാണിച്ചത്. പിന്നെ ക്യാരക്ടേഴ്സിനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഫാന്റാസ്റ്റിക് ഫോർ ഫാമിലിയിലെ ക്യാരക്ടേഴ്സിനെ. ആ ഒരു 2 മണിക്കൂർ റൺ ടൈമില് ഒരു ഫാമിലിയിലെ ഫാന്റാസ്റ്റിക് ഫാമിലിയിലെ ഇന്റൻസ് മൊമെന്റ്സും ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് സീൻസും സ്മാർട്ട് ആൻഡ് ക്ലവർ സീക്വൻസസ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരു പഞ്ച്, ഒരു വാവ് ഫാക്ടർ, ഒരു ഇമ്പാക്റ്റോ ഫീൽ ചെയ്യില്ല, ഒരു കണക്ഷൻ കിട്ടിയില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ്. ഡിഫറെന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നോക്കിയ ഒരു യൂഷ്വൽ മാർവൽ സൂപ്പർ ഹീറോ ഫ്ലിക്ക് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി അനുഭവപ്പെട്ടത്. അങ്ങനെ തോന്നുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗലാക്ടസ് ഒരു ഭയങ്കര പവർഫുൾ ഹ്യൂജ് ഒരു വില്ലനായിട്ടാണ് ആദ്യം കാണിച്ചത്. പക്ഷെ ഈ ഒരു സിനിമയിൽ വില്ലൻ അവസാനത്തെ 10 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളൂ. പക്ഷെ അവിടെ പോലും ഒരു ഹൈ മൊമെന്റ് പോലും കൊടുക്കാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. അത് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ആണ് സിൽവർ സർഫർ. ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് സൂപ്പറാണ്. പണ്ടത്തെ സിനിമകളൊക്കെ കോമിക്സ് വായിച്ച സൂപ്പർ ക്യാരക്ടറാണ്. ഇതിനകത്ത് ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ഒരു ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ എൻക്രെഡിറ്റ് സീക്വൻസ് ആണെങ്കിലും ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. ആക്ടേഴ്സ് എല്ലാം ഫൈൻ, ഗുഡ് ജോബാണ് ചെയ്തിരിക്കുന്നത്. പെഡ്രോ പാസ്കലിന്റെ സ്ക്രീൻ പ്രസൻസും പിന്നെ പെർഫോമൻസ് എല്ലാം അതായത് വനസ കെർബിയും വളരെ അടിപൊളിയായിരുന്നു. ആർട്ട് ഡയറക്ഷൻ ഗംഭീരമായിരുന്നു. IMAX എക്സ്പീരിയൻസ് ആണെങ്കിലും ഇതിലൊരു കുറെ സ്പേസ് സീക്വൻസസ് ഉണ്ട്. ആ സ്പേസ് സീക്വൻസ് ഒക്കെ ഒരു വേർത്തി ഫീലാണ് തന്നത്. അങ്ങനെ എല്ലാ രീതിയും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി 2005, 2007-ലെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൂടുതൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തത്. ഇതെനിക്കൊരു ഡിസാറ്റിസ്ഫൈങ് റീബൂട്ട് ആയിട്ടാണ് അനുഭവപ്പെട്ടത്.